അവൻ എവിടെയാ മുരളി? അകത്തുണ്ട്. നിങ്ങൾ പിള്ളേരെല്ലാം കൂടി അവനെ കണ്ടവനെ ഉപദ്രവിച്ചു കാണും അല്ലേ? ഏയ് ഇല്ലെങ്കിലേ, അത്യാവശ്യം തട്ടും തടവിലും മാത്രം. അതാ നിന്നെ ഒന്നൊരു കാര്യം ഏൽപ്പിക്കാത്തത്. വെറുതെ വിളിച്ചോണ്ടിരുന്ന എങ്ങനെ അച്ഛാ? അങ്കിള് വാ, എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ. ഇയാളെ കെട്ടിയിട്ട് ആരാ പറഞ്ഞത്? അത് പിന്നെ അഴിച്ചു വിട. സാറ് ഞാൻ ഇവന്മാരടുത്തൊക്കെ പറഞ്ഞതാ, ML സാർ വന്നാൽ നിന്റെയൊക്കെ മുഖം അടിച്ചു പൊടിക്കുമെന്ന്. അയ്യോ, ഇനി പറ, എന്താ തന്റെ ഉദ്ദേശം? സാറ് ഞാനൊരു പാവമാ. ഏയ്, തന്നെ പറ്റി വിശദീകരിക്കണ്ട, അതെനിക്കറിയാം. എന്റെ മകന്റെ വിവാഹത്തെ കുറിച്ച് പറ. രജിസ്റ്ററിൽ താൻ തിരിമറി നടത്തിയോ? സാറേ അത് പിന്നെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇങ്ങനൊരു സീൻ എനിക്ക് താല്പര്യമില്ല. ഗുണ്ടായിസം കാണിക്കാൻ മടിയുണ്ടായിട്ടല്ല, അത് വേണ്ടാന്ന് വെച്ചിട്ടാ. ഇപ്പൊ തന്നെ പിള്ളേര് തന്നെ ചവിട്ടിക്കൂട്ടി കൊല്ലണ്ടെന്ന് കരുതിയാ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. രാഷ്ട്രീയവും ജനസേവനവും മാറ്റിവെച്ച് എന്റെ മകന് വേണ്ടി ഞാനൊരു അച്ഛനായി മാത്രം ചിന്തിച്ച കുറുപ്പേ, ഇവന്മാരെക്കാൾ വടക്കായിരിക്കും ഈ സിദ്ധാർത്ഥൻ. സാറ് ആർക്ക് വേണ്ടിയാണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ എനിക്കറിയണ്ട. താൻ രജിസ്റ്ററിൽ തിരിമറി നടത്തി മുരളിയും ദേവികയും വിവാഹിതരായെന്ന് താൻ വരുത്തി തീർത്തു. അത് മാറ്റിയെടുക്കാൻ ഇന്ന് എപ്പോ പറ്റും? സാറ് എപ്പോ? അമ്പലത്തിലെ രജിസ്റ്ററിൽ നന്ദസാറിന്റെയും ദേവികയുടെയും പേര് തന്നെയാ കിടക്കുന്നത്. പിന്നെന്തിനാണോ മുരളിയുടെ പേര് രജിസ്റ്ററിലുള്ളെന്ന് കള്ളം പറഞ്ഞത്? എന്നെ ഉപദ്രവിക്കരുത്. പ്രഭ മേഡം പറയുമ്പോ ഞാൻ എന്ത് ചെയ്യാന്?